ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ മുന്നേ ഞാൻ 2-3 ഫേസ് പാക്ക് ഇട്ടതൊക്കെ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് വളരെ നല്ല കമൻസാണ് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയാണ്. ഈ ഒരു ഫേസ് പാക്കും അതേപോലെ തന്നെ വളരെ എഫക്റ്റീവാണ്. നിങ്ങൾക്ക് ഞാനിത് 2 കൈയും വെച്ചിട്ട് ഞാൻ എൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാം, എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. വലിയ പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ട സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് നോക്കാം. ഏത് കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ 1 ടീസ്പൂൺ കോഫി പൗഡർ, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഗോതമ്പിൻ്റെ പൊടിയാണ്. അപ്പോൾ 1 ടീസ്പൂൺ ഗോതമ്പിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ തന്നെ കടലപ്പൊടിയാണ്. അപ്പോൾ ഇത് മൂന്നും എല്ലാവരുടെ വീട്ടിലുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും വളരെ എഫക്റ്റീവാണ് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ കോഫി ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ഫേസ് പാക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 1 ടീസ്പൂൺ കടലപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/4 ടീസ്പൂണോളം അരിപ്പൊടിയാണ് വേണ്ടത് കേട്ടോ. അരിപ്പൊടി എന്ന് പറയുന്നത് പുട്ടിൻ്റെ പൊടി ഒരിക്കലും എടുക്കരുത്. നല്ല ഫൈനായിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി, ഫൈനായിട്ടുള്ള പച്ചരിപ്പൊടി, അതാണ് നമുക്ക് വേണ്ടത്. അതൊരു 1/4 ടീസ്പൂൺ മാത്രം മതി. പിന്നെ വേണ്ടത് ഷുഗറാണ്. ഷുഗർ എടുക്കുമ്പോൾ, അതായത് പഞ്ചസാര എടുക്കുമ്പോൾ നല്ല വലിയ തരിയിലുള്ള പഞ്ചസാര എടുക്കരുത്, ചെറിയ തരിയിൽ എടുക്കണം. ഇല്ലാന്നാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് 1/4 ടീസ്പൂണ് പഞ്ചസാരൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം തേൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേൻ ഓപ്ഷണലാണ്, പക്ഷേ നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ തേൻ ചേർക്കണം. കാരണം തേൻ നമ്മുടെ മുഖത്തിന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. ഈ ഡ്രൈ സ്കിന്നുള്ളവർക്കെല്ലാം തേൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ്, മോയ്സ്ചറൈസ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ തേനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സാധാരണ പച്ചപ്പാലുണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാലിൻ്റെ കണക്ക് എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഫേസ് പാക്ക് നമുക്ക് നമ്മുടെ ഫേസിൽ, അതായത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കത് നമ്മുടെ കോട്ടായിട്ട് നിൽക്കണം. ആ ഒരു രീതിക്കുള്ള കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. പാല് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പച്ചപ്പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത കോഫി പൗഡറും അതേപോലെ തന്നെ പഞ്ചസാരയും ഉണ്ടല്ലോ, അത് നന്നായിട്ട് നമ്മൾ ഇതിലേക്ക് മെൽട്ടാക്കി എടുക്കണം. ഇല്ലയെന്നാണെങ്കിൽ അതിൻ്റെ ആ ഒരു തരിതരിപ്പ് ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ഗ്ലോ കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് ഇത്. അത് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗസ്റ്റ് വരുന്നുണ്ടെങ്കിലോ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് മുഖം കഴുകിയാൽ ഭയങ്കര ഗ്ലോ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും, ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, നോർമൽ സ്കിൻ ആയിക്കോട്ടെ, സെൻസിറ്റീവ് സ്കിൻ ആയിക്കോട്ടെ, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഈ ഒരു ഫേസ് പാക്ക് യൂസ്ഫുൾ ആണ്. ഒരുപാട് പേർക്ക് ഇത് റിസൾട്ട് ഉള്ള ഫേസ് പാക്ക്. അപ്പോൾ ഞാനിതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒത്ത കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതെൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, കറുത്ത കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരുമോ, അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് മുഖത്ത് തേക്കാത്തത് എന്നല്ലോ. അപ്പോൾ മുഖത്ത് ഞാൻ എപ്പോഴും മുഖത്ത് തേച്ചതിന് ശേഷം മാത്രമാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ട, മുഖത്തിടുന്നത് കൊണ്ട് അങ്ങനെ വല്ല ദോഷവും വരുന്ന ഒരു സാധനവും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യൂല. കാരണം അത് എനിക്ക് തന്നെ ബാധിക്കും എന്നുള്ളത് എനിക്കറിയാലോ. അപ്പോൾ ഞാനങ്ങനെ ചെയ്യൂലല്ലോ. അപ്പോൾ ഞാനിത് കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരികയാണ്. കൈ ഫസ്റ്റ്, അതായത് മുഖത്ത് ആയാലും കൈമലായാലും നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ഫേസ് വാഷോ സോപ്പോ ഉപയോഗിച്ച് നമ്മളൊന്ന് കഴുകിയെടുക്കണം. അതിന് ശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സോഫ്റ്റായിട്ട് മസാജ് ചെയ്യുക. ഭയങ്കര ഹാർഡായിട്ട് അമർത്തി നമ്മളെ മുഖം മസാജ് ചെയ്യരുത്. സോഫ്റ്റായിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. ഒരു 2 മിനിറ്റ് നിങ്ങൾ സർക്കുലാർ മോഷനിൽ മുഖത്തിൻ്റെ താഴ്ഭാഗത്തു നിന്ന് മേലോട്ടേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കണം. ഇല്ലാന്നാണെങ്കിൽ നമ്മുടെ സ്കിന്ന് തൂങ്ങിപ്പോവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, താഴേന്ന് മേലോട്ടേക്ക് എപ്പോഴും സർക്കുലാർ മോഷനിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ ഒരു 2 മിനിറ്റെങ്കിലും നിങ്ങൾ മസാജ് കൊടുക്കുകയെന്നാണെങ്കിൽ നിങ്ങളെ മുഖത്തിന് നല്ലതാണ്. നമ്മൾ വെറുതെ നമ്മുടെ മുഖം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, മുഖത്തെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വളരെ നല്ലതാണ്. അത് നമ്മുടെ ചർമ്മത്തിൻ്റെ പ്രായം കൂടുതലുള്ളതിനെ കുറക്കാനെല്ലാം സഹായിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഡ്രൈ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നന്നായി ഡ്രൈ ആവും. എന്നിട്ട് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ പേക്ക് നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ മുന്നേ തന്നെ ഞാനിത് കഴുകി എടുക്കുകയാണ്. നമ്മൾ കഴുകുന്ന സമയത്തും ഇതേപോലെ തന്നെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് മെല്ലെ മെല്ലെ കഴുകി എടുക്കുക.
ഇത് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ കൈ കണ്ടതായിരിക്കും നിറം. അപ്പോൾ അതിന് ശേഷമുള്ള നിറം നിങ്ങളൊന്ന് നോക്കുക. ഇല്ലാന്നാണ് എൻ്റെ 2 കൈയും വെച്ചിട്ട് ഞാൻ ഡിഫറൻസ് കാണിച്ചു തരാം. അപ്പോൾ ഈ കറുത്ത കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ അങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ എനിക്ക് കാണിച്ചു തരാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്യുക. ഇല്ലയെന്നാണെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളോട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയൂല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരം വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും മതി കേട്ടോ. അല്ലാണ്ട് സബ്സ്ക്രൈബിന് വേണ്ടിയിട്ട് ലൈക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നതെന്ന് ഒരുപാട് കമൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എൻ്റെ കൈയിൻ്റെ ഡിഫറൻസ് നിങ്ങൾ കണ്ടോ? ഞാൻ അപ്ലൈ ചെയ്തത് ഈ ഒരു ഭാഗം വരികയായിരുന്നു. നല്ല മാറ്റമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യത്തിൽ ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്ത ഭാഗത്തിൻ്റെ ബാക്കോട്ട് നോക്കുന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും കളർ ഡിഫറൻസ്. എൻ്റെ 2 കൈയും തമ്മിൽ നല്ല മാറ്റം തന്നെ വന്നിട്ടുണ്ട്. ഒരു കൈക്ക് മറ്റേ കൈയിനേക്കാളും നല്ല ഗ്ലോ വന്നിട്ടുണ്ട്. ഇത് ഒരൊറ്റ യൂസിലുള്ള റിസൾട്ടാണ് നിങ്ങൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ 3-4 പ്രാവശ്യം ആഴ്ചയിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ 4 പ്രാവശ്യമൊന്നും ചെയ്യേണ്ട, 3 പ്രാവശ്യം ചെയ്താൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് യൂസിൽ ഇങ്ങനെയാണ് റിസൾട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്ടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുന്നുണ്ടെങ്കിലോ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതാണ്. പെട്ടെന്ന് തന്നെ മുഖത്ത് നിറം വരും. ഇത് ഫേസ് പാക്ക് യൂസ് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം നിങ്ങളൊരു മേക്കപ്പെല്ലാം ഇടുക എന്നാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും മുഖത്തിനുണ്ടാകുക. ഇനി മേക്കപ്പ് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ഫ്രഷ് ലുക്ക് നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് കണ്ടോ, എൻ്റെ 2 കൈ ഞാൻ ഇടാത്ത ഭാഗവും ഇട്ട ഭാഗവും കൂടി ഒന്ന് നിങ്ങൾ നോക്കുക. എൻ്റെ 2 കൈയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ കണ്ടതാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയും എൻ്റെ കൈ നിങ്ങൾ കണ്ടതാണ്. ഇത് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.